മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വാഴുന്ന ശിഷ്ടരും ദുഷ്ടരും, കർത്താവിൻ്റെ വചന സുഭാഷിതങ്ങളിൽ 15-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്, നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ടു നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുന്നിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല, അവ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവത ഉന്മേഷം കെടുത്തിക്കളയുന്നു. ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു, ഭോഷന്മാരുടെ വനത്തിന് ആഹാരം ഭോഷത്വമാണ്. അതുപോലെ തന്നെ സുഭാഷിതം 21-27 ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അത് എത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. ഇന്ന് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, അതെ, കാരുണ്യം ഓരോ മനുഷ്യരിലും വളരെയധികം ആത്മീയ അനുഭൂതി ലഭിക്കുന്നതാണ്. അത് പിതാവായ ദൈവത്തിൽ നിന്നുള്ള കാരുണ്യമാണല്ലോ ദിവ്യകാരുണ്യം. തീർച്ചയായും ദൈവം തൻ്റെ മക്കൾക്കായിട്ട് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂവിലേക്ക് അയക്കുകയും ദിവ്യബലിയായി ദിവ്യകാരുണ്യമായി നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ, ഇന്ന് സഭയിൽ ഉടനീളം ദുഷ്ടരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപൃതമാകുമ്പോൾ ശിഷ്ടരായ ഒരു ഗണം മാത്രം മാറി നിൽക്കുന്നു. ഈ ദുഷ്ടർ അർപ്പിക്കുന്ന ബലി സ്വീകരിക്കുന്നുണ്ടോ? അനുസരണക്കേടിലൂടെ, സ്വാർത്ഥ ചിന്തകളിലൂടെ ദൈവത്തെ അവഹേളിക്കുമ്പോൾ അവർ ദുഷ്ടർ തന്നെയാണ്. അത് ഇടയന്മാരായാലും പുരോഹിതരായാലും അൽമായരായാലും സന്യാസിമാരായാലും. കാരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം തന്നെയെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഇന്ന് നമ്മുടെ പല ദേവാലയങ്ങളിലും കർത്താവിനെതിരെയുള്ള ബലി, അത് കർത്താവിന് സ്വീകാര്യമല്ല എന്ന വചനഭാഗമാണ് ഞാൻ ഈ സുഭാഷിതങ്ങളിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അനുദപിക്കുവാനും കൃപകൾ സ്വീകരിച്ചുകൊണ്ട് നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരങ്ങളെ സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.